പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി MP രാജേഷ് ശബരിമല മുൻ മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ സന്ദർശിച്ചു. MP രാജേഷ് തന്നെയാണ് ഫേസ്ബുക്ക് വഴി ഇക്കാര്യം അറിയിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ പാലക്കാട് LDF സ്ഥാനാർത്ഥി MP രാജേഷ് ശബരിമല മുൻ മേൽശാന്തിയും അടുത്ത സുഹൃത്തുമായ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ സന്ദർശിച്ചു. തുടർന്ന് അദ്ദേഹത്തിൽ നിന്ന് വിഷു കൈനീട്ടവും സ്വീകരിച്ചു. സംഭാരവും അടയും അപ്പവുമാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഫേസ്ബുക്കിലാണ് MP രാജേഷ് ഇക്കാര്യം പങ്കുവച്ചത്. പൊന്നാടയ്ക്ക് പുറമെ ഒരു മുണ്ടും ഒരു കൈക്കുമ്പിൾ നിറയെ നാണയത്തുട്ടുകളും എനിക്ക് വിഷു കൈനീട്ടമായി അദ്ദേഹം സമ്മാനിച്ചെങ്കിലും പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ അത് സ്വീകരിക്കാൻ കഴിയാത്തതിലെ നിരാശയും MP രാജേഷ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. സുഹൃത്തും ശബരിമല മുൻ മേൽശാന്തിയുമായ തെക്കുംപറമ്പത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ ചെർപ്പുളശ്ശേരിയിലെ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി സന്ദർശിച്ചു. ചെർപ്പുളശ്ശേരിക്കടുത്ത് കാറൽമണ്ണയിലാണ് എൻ്റെ അമ്മ വീട്. ഞങ്ങൾ തമ്മിൽ ദീർഘകാലത്തെ ബന്ധമാണുള്ളത്. ശബരിമല മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ചെർപ്പുളശ്ശേരി പൗരാവലി അദ്ദേഹത്തിന് ഒരു സ്വീകരണം നൽകാൻ തീരുമാനിക്കുകയുണ്ടായി. ഞാൻ തന്നെ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തണമെന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചത് ഓർക്കുന്നു. എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ സന്ദർശിക്കാറുണ്ട്. ഔദ്യോഗികമായ സന്ദർശന പരിപാടികൾ ഇന്ന് ഇല്ലാത്തതിനാൽ ഈ ദിവസം അതിനായി മാറ്റിവെക്കുകയായിരുന്നു. സംഭാരവും അടയും അപ്പവുമാണ് അദ്ദേഹം സ്വീകരിച്ചത്. പൊന്നാടയ്ക്ക് പുറമെ ഒരു മുണ്ടും ഒരു കൈക്കുമ്പിൾ നിറയെ നാണയത്തുട്ടുകളും എനിക്ക് വിഷു കൈനീട്ടമായി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സമ്മാനിച്ചു. പെരുമാറ്റച്ചട്ടം ഉള്ളതിനാൽ അദ്ദേഹത്തിന് വിഷു കൈനീട്ടം എനിക്ക് നൽകാനായില്ല. അദ്ദേഹത്തിൻ്റെ പിതാവിനോടും മറ്റ് കുടുംബാംഗങ്ങളോടും ഏറെ നേരം സംസാരിച്ചു. നിറഞ്ഞ മനസ്സോടെയാണ് അവിടെ നിന്നും ഇറങ്ങിയത് എന്നാണ് MP രാജേഷ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നത്. ഒപ്പം തന്നെ ഇരുവരും തമ്മിലുള്ള ഫോട്ടോയും MP രാജേഷ് ഈ കുറിപ്പിന് അനുബന്ധമായി കൊടുത്തിട്ടുണ്ട്. ഏതായാലും അനുഗ്രഹം വാങ്ങിക്കാനല്ല, അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് എന്ന നിലയിലാണ് ഉണ്ണികൃഷ്ണനെ താൻ നേരിട്ട് കണ്ടത് എന്നാണ് ഇപ്പോൾ MP രാജേഷിൻ്റെ നിലപാട്. ഏതാണ്ട് നിരവധി പേരാണ് ഇതിന് അനുകൂലമായും പ്രതികൂലമായും ഈ തരത്തിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കമൻറ്റുകളായി എഴുതുന്നത്. MP രാജേഷിന് അനുകൂലമായി നിരവധി പേർ എഴുതുമ്പോൾ ചിലരൊക്കെ MP രാജേഷിനെ എതിർത്തും തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നു.